മാനേജ്മെന്റ്. ഇന്ന് അതെന്താണെന്ന് നമുക്ക് സിമ്പിളായി നോക്കാം. വെയർഹൗസ് മാനേജ്മെന്റ് എന്നത് ഗുഡ്സ് സ്റ്റോർ ചെയ്യുന്നത്, അത് കറക്റ്റ് ടൈമിൽ ഡിസ്പാച്ച് ചെയ്യുന്നത്, ഗുഡ്സ് ഓവർ സ്റ്റോക്ക് ആകാതെയും അത് ഫിനിഷ് ഔട്ട് ആവാതെയും മാനേജ് ചെയ്യുന്ന സിസ്റ്റമാണ് വെയർഹൗസ് മാനേജ്മെന്റ് സിസ്റ്റം. ഇത് വലിയ കമ്പനീസിൻ്റെ ഒരു ബാക്ക് ബോൺ ആണ്. ഒരു പ്രൊഡക്റ്റ് ഫാക്ടറിയിൽ നിന്ന് വരുമ്പോൾ അത് നേരിട്ട് കസ്റ്റമറിലേക്ക് പോകുന്നില്ല. ആദ്യം അത് വെയർഹൗസിലെത്തും. അവിടെ ചെക്ക് ചെയ്യും, സ്റ്റോർ ചെയ്യും, പാക്ക് ചെയ്യും, മാർക്കറ്റിംഗ് ചെയ്യും, ലേബിളിംഗ് ചെയ്യും. അങ്ങനെ കസ്റ്റമറിലേക്ക് എത്തിച്ചേരുന്ന വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും വെയർഹൗസിൻ്റെ സഹായത്തോടെയാണ് നടക്കുന്നത്. ഓർഡർ വരുന്നതനുസരിച്ച് ഡിസ്പാച്ച് ചെയ്യും. നമുക്ക് ഇന്ന് വിവിധ തരം വെയർഹൗസുകൾ അവൈലബിൾ ആണ്. ഓരോന്നിനും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ്. ഇന്ന് ഇ-കൊമേഴ്സ് വളരെയധികം വളർന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനീസിലെല്ലാം വെയർഹൗസ് ഡിപ്പെൻഡ് ചെയ്താണ് റൺ ചെയ്യുന്നത്. വെയർഹൗസിലെത്തുന്ന ഓരോ പ്രൊഡക്റ്റും കസ്റ്റമറുടെ അടുത്ത് ശരിയായ ക്വാണ്ടിറ്റിയിൽ ശരിയായ സമയത്ത് ശരിയായ കസ്റ്റമർക്ക് എത്തുക എന്നതാണ് പ്രൊഫഷണലിസം. വെയർഹൗസ് മാനേജ്മെന്റ് പ്രൊഫഷണൽസിന് ഡിമാൻഡ് കൂടുതലാണ്. കം ലെറ്റ്സ് ഹാവ് ആൻ എൻജോയബിൾ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. SLBS പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ഫീൽഡ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, ബാർകോഡ് സിസ്റ്റം, വെയർഹൗസ് സോഫ്റ്റ്വെയർ, പാക്കേജിംഗ് ആൻഡ് ഡിസ്പാച്ച് സിസ്റ്റം, ഇൻവെൻട്രി കൺട്രോൾ, ഇതെല്ലാം റിയൽ വേൾഡ് വർക്കിംഗ് നോളേജ് ആണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓൺലൈൻ ഷോപ്പിങ്ങിന് പിന്നാലെ ഇത്രയും വലിയ സിസ്റ്റം ഉണ്ടെന്ന് പലർക്കും അറിയില്ല. വെയർഹൗസ് മാനേജ്മെന്റ് എന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലസ് ജോബ് ഓറിയന്റഡ് ഫീൽഡാണ്.